നിക്കടാ, നീ എങ്ങിട്ടുണ്ടാ പൈസ എടുക്കടാ, എടുക്കാനല്ല പറഞ്ഞു. വേണ്ട അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ പോയി ചോദിക്കേ. ഓരോരുത്തന്മാര് വന്ന് ചോദിക്കുവായിരുന്നു. അവിടെ കൊടുക്ക്. അപ്പൊ ശരി ചേട്ടാ. ആ ട്രൈബൽ പേഷ്യന്റിന്റെയാ. ഇതുകൊണ്ടൊക്കെ എന്താവാനാ? നിങ്ങളുടെ കൂടെ വേറെ ആരും വന്നിട്ടില്ലേ? ആ ട്രൈബൽ പേഷ്യന്റെ കക്ഷി പുറത്തിരിപ്പുണ്ട്. അയാളുടെ കയ്യിൽ ഒന്നുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിൽ അയാളുടെ അമ്മയെ മോർച്ചറിയിലേക്ക് മാറ്റിക്കോ. എന്നിട്ട് ഈ ബോഡി വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ. ഓക്കെ? ഓക്കെ സർ. സാറേ, ഒരല്പം ക്രിറ്റിക്കലാ, എന്നാലും നമുക്ക് നോക്കാം. സോറി, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. ഹോസ്പിറ്റൽ ബിൽ പേ ചെയ്ത് ബോഡി റിലീസാക്കാൻ നോക്ക്. വലിയ പെർഫോമൻസ് ഒന്നും കാണിക്കണ്ട. പലരുടെയും അമ്മമാർ മരിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും. ഇയാളെ പിടിച്ച് പുറത്താക്കണം. പുല്ലാന്നാ തോന്നണേ. എന്താണ് അവിടെ ഇരിക്കണേ? നിനക്ക് ചോദിച്ചാ കേട്ടോടാ. അമ്മ ആശുപത്രിയില്ല. കാശില്ലാത്തോണ്ട് അവരമ്മനെ തന്നില്ല. എന്നിട്ടാ നായന്റെ മോനെ നീ ഇവിടെ ഇരിക്കണേ? പോയി അമ്മയുടെ അടുത്ത് ഇരിക്കണ. അമ്മ മരിച്ചു സാറേ. കണ്ണി കണ്ട തേവിടിച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും. ഒഴിച്ചിനാ പുറം പോക്കൊല്ലും കിട്ടൂല. ഒറ്റ തള്ളക്ക് പറയണ്ട വേലച്ചട്ടി മോനെ. നീ പോലീസ് എന്നെ തന്തയ്ക്ക് വിളിക്കലടാ. സാറന്മാരെ ഇങ്ങനെ ചവിട്ടി അവൻ ചത്തുപോകും. സെക്ഷൻ 30 വിട്ടേക്ക്. വിട്ടേക്കടാ. വെറുതെ ചവിട്ടിക്കൂട്ടില്ലേ പണിയാവും.
ചെന്ന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഡോക്ടർ ഒന്ന് കാണണം. ഓക്കെ. സിസ്റ്റർ, Yes, ഇഫ് യു ഡോണ്ട് മൈൻഡ്, തിരക്കിലല്ലോ? അല്ല മാം. I want to ask about the boy who's sitting outside. May I talk to your senior doctor? ഡോക്ടർ വാർഡില മാം. It's very urgent. ഓക്കെ, അവിടെയാണ്. Doctor, യെസ് ഓക്കെ ക്യാരി ഓൺ. യെസ് ആക്സിഡന്റിൽ മരിച്ച രാഘവന്റെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞാണല്ലോ. ഡോക്ടർ, യെസ് അയാൾ എന്താ അവിടെ ഇരിക്കുന്നത്? ഓ അതോ, അയാളുടെ അമ്മ മരിച്ചു. ബോഡി മോർച്ചറിയിലുണ്ട്. നീ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? മരിച്ചൊരു തിരിച്ചു വരുവോ? നീ ഇനി ചെയ്യേണ്ടത് അമ്മയുടെ ബോഡി ഏറ്റുവാങ്ങുക. എന്തെങ്കിലും കർമ്മം ഉണ്ടെങ്കിൽ അത് ചെയ്ത് സംസ്കരിക്കുക. ഇത് കൊണ്ടുപോയി നീ വിൽക്കുകയോ പണയം വിൽക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്. എന്നിട്ട് ബില്ലടയ്ക്ക്. വിഷമിക്കണ്ട, ഇത് ഞാൻ അറിഞ്ഞു തരുന്നതാ. സാധനം തട്ടാനാ മൂശേരെ നോക്കിയേ. സാധനം തട്ടാൻ തന്നെയാ. എന്തൊരു വശപ്പശകണ്ടല്ലോ. ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് കുത്തിയേ. ഒന്ന് ഇറങ്ങി പാടോ വേഗം. ആ ഇവനാണോ ആള്? വിളിച്ചു കയറോട് ജീപ്പില്. പോരെ. ശരി സാർ. സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. സാർ, എന്നെ തല്ലല്ലേ സാറേ? എന്നെ തല്ലല്ലേ സാറേ? നിന്നെ തല്ലലട കഴിവരുടെ മോനെ കൊല്ലുള്ളൂ. നീ ഞങ്ങളെയൊക്കെ മാറ്റതാക്കിയല്ലേ? എന്റെ അമ്മ. നിന്റെ അമ്മ നിനക്ക് മാട്ടുമാരണൊക്കെ അറിയാലേ? പോലീസുകാരാണോ നിന്റെ കളി? സ്റ്റോപ്പ് ഇറ്റ്. ആരുടെ പിണ്ടം വെക്കാനാണോ സാർ എല്ലാരും കൂടെ അവനായിട്ട് ഇങ്ങനെ ചതയ്ക്കുന്നത്? കൊല്ലാനാണെങ്കിലേ ആ ചിമ്മിനി ഡാമിലേക്ക് കൊണ്ടേ തല്ലിക്കോ. ഇവിടെ വേണ്ട. ഉടുപ്പിട്ട കുറെ സത്യവാൻമാൻ ഇറങ്ങിയിട്ടുണ്ട്. മാഡം, ഇവൻ ആള് ഭയങ്കര ഉണ്ടച്ചുരുട്ടാ. ഇവൻ നമ്മളെ മറ്റവനാക്കിയോനാ. ഇത് കണ്ടോ മാഡം? ഇത് അടിച്ചു മാറ്റി മുങ്ങാനുള്ള പരിപാടിയായിരുന്നു ഇവന്റെ. കടയിൽ വിൽക്കാൻ കൊണ്ടുവന്ന. അപ്പൊ എനിക്ക് എന്തോ മണത്തു. ഇങ്ങോട്ട് താടോ. കോട്ടു സൂട്ട് വിട്ട് ഓരോരുത്തന്മാര് കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരുമ്പോ നിങ്ങൾക്കൊന്നും മണക്കില്ല. വല്ലോനും മക്കൾക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയോ പുസ്തകം മേടിക്കാൻ വേണ്ടിയോ ഒരു പണത്തുകം കൂടി എടുത്തോണ്ട് വരുമ്പോ നിങ്ങൾക്കൊക്കെ മണക്കൂല്ലേ? പുണ്യാളന്മാരല്ലേ തൃശ്ശൂര് സ്വർണ്ണ കച്ചവടത്തിന് ഇരിക്കുന്നവര്. അവന്റെ വായിലേക്ക് ഇത്തിരി വെള്ളം ചാമ്പടാ, ചിലപ്പോ പോയിട്ടുണ്ടാവും. ഇതവന് ഞാൻ കൊടുത്തതാ. ചത്തു മോർച്ചറി ചെയ്യാനിട്ടിരിക്കുന്ന അവന്റെ തള്ളയുടെ ശവം അടക്കാൻ. അച്ഛൻ ചത്താലും ഒരു ഒഴിവില്ലാന്ന് പറഞ്ഞതുപോലെ ആള് ചത്താലും ആശുപത്രിക്കാർക്ക് പണമല്ലേ വേണ്ടൂ. എന്തായാലും ഇത് നിങ്ങൾ തന്നെ എടുത്ത് ഇതിന്റെ കാശ് അവന് കൊടുക്ക്. പിന്നെ പണിക്കൂലിക്കും വെട്ടിക്കിഴിവിനൊന്നും നിൽക്കണ്ട. ആ എന്താടോ വഴി കൊഴിയോ അവൻ? പാവി ചെന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ട്. ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് നിന്റെ ജാതകത്തിലുണ്ടാവും.